ടീച്ചറെ ഇതാണോ ടീച്ചർ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് കൊടുത്തി? ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമുക്ക് ഇത് തന്നെ ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പോൾ Q&Aയും കൂടെ ഉണ്ട്, മൈക്കും വിളിച്ചാൽ. Q&Aയിൽ മെയിനായിട്ട് വരുന്നത് ബ്യൂട്ടിയാണ്. ടീച്ചറിന് സാരി ഉടുക്കുന്നത്, പിന്നെ ടീച്ചർ മേക്കപ്പ് ചെയ്യുന്ന ഒറ്റയ്ക്കാണോ, പിന്നെ ഇങ്ങനെ ഈ വെയിറ്റ് ലൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ മൊത്തത്തിൽ ടീച്ചറിന്റെ ബ്യൂട്ടിയെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റാൻഡമായിട്ട് Q&Aക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് ബ്യൂട്ടി. ടീച്ചറിന്റെ ബ്യൂട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ ഒറ്റയ്ക്കാണോ മേക്കപ്പ് ചെയ്യുന്നത്, സാരി ഉടുക്കുന്നത് ആരെങ്കിലും കൊണ്ടാണോ അതോ ഒറ്റയ്ക്ക് ഉടുക്കുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനും കാണാറുണ്ട് കേട്ടോ. ആദ്യത്തെ Q&A മുതൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ഞാൻ പല വീഡിയോയിലും പല കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ്. ഫോൺ തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ളൊരു കാര്യം. കാരണം ഫോണിൽ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്ന സാംസങ്ങിൻ്റെ ഫോണിൽ, അതുകൊണ്ടായിരിക്കും ചിലപ്പം. പിന്നെ ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കിൻ നോക്കണം, സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചെന്നും പറഞ്ഞ് വലിയ റിസൾട്ട് വരില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്നവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ്. എല്ലാവരും അവരവരുടെ ബ്യൂട്ടി നോക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ക്യാരക്ടർ, നല്ല ബിഹേവിയർ, മറ്റുള്ളവരോട് കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക. ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പം നമ്മൾ മുഖത്ത് കാണുന്ന സൗന്ദര്യം മാറിയിട്ട് നമുക്ക് ആ മനസ്സിൻ്റെ സൗന്ദര്യം പുറത്തേക്ക് വരും. അതാണ് എന്നും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതല്ലേ, മേക്കപ്പ് ആദ്യം മുതലുള്ള എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ആദ്യത്തെ വീഡിയോയിലൊന്നും ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് എങ്ങനെ മേക്കപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കുറച്ചുകൂടെ ഫൗണ്ടേഷൻ പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് തന്നെ അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഇതുവരെ ആരുടെയും ഹെൽപ്പ് എടുത്ത് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണത്തിനൊക്കെ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് എനിക്കൊട്ടും മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മേക്കപ്പ് ചെയ്താൽ എനിക്ക് ചേരില്ല എന്നൊരു തോന്നൽ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പുറത്തൊരാളുടെ ഹെൽപ്പ് എടുത്ത് ഇന്നുവരെയും ചെയ്തിട്ടില്ല. തന്നെത്താൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെന്താ, വെയിറ്റ് ലോസ്. അത് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഒരു 1 month ആയിട്ട് ഞാൻ ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്തു. പിന്നെ റൈസ് കട്ട് ചെയ്തു. ഷുഗറും റൈസും കട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് തന്നെ അങ്ങ് വെയിറ്റ് കുറയാൻ തുടങ്ങി. അല്ലാതെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു മനസ്സിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എക്സസൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ചെയ്തു. പിന്നെ അങ്ങ് മടിച്ച് അതും തീർന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഷുഗർ കട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് വെയിറ്റ് ലോസിൻ്റെ ഒരു കാര്യം. പിന്നെ സാരി ഉടുക്കുന്നത് നമുക്ക് കമൻറ്റിൽ തന്നെ വന്നു. ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് സാരി ഉടുപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാടല്ല, ഒരു കുട്ടി റിപ്പീറ്റായിട്ട് നമുക്ക് കമൻറ്റ് ഇടുകയും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സന്തോഷമായിട്ട് ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷേ ഞാൻ ടീച്ചറായതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സ്ഥിരം ഡ്രസ്സ് സാരിയാണല്ലോ. അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ ഹെൽപ്പ് വേണ്ടി വരാറില്ല. എനിക്ക് ഇവരുടെയും ഹെൽപ്പ് വേണ്ടി വരാറില്ല. പിന്നെ ഇപ്പോൾ ഇവർ പ്ലീറ്റ്സ് എനിക്കിട്ട് അയൺ ചെയ്ത് തരും. അതല്ലാതെ ബാക്കി സാരി ഞാൻ പെട്ടെന്ന് എനിക്ക് സാരി ഉടുക്കാൻ പറ്റുന്നത് പണ്ട് മുതലേ അതെ. പിന്നെ ഒരാളെ വെച്ച് സാരി ഉടുപ്പിക്കാനുള്ള ടൈമൊന്നും വീഡിയോയുടെ ഇടയ്ക്ക് കിട്ടാറില്ല. സാരി ഉടുക്കുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടയർഡാകും. കാര്യം സാരി ഉടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണല്ലോ. കുറേ സാരി മാറി വരുമ്പം ടൈം എടുക്കും. അപ്പം അത് അങ്ങനെ എല്ലാം അത് തന്നെത്താനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു കളറിൽ മാത്രമേ ഉള്ളൂ. സെലക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തത്. അതിലേക്ക് റെഡ് കളറിലെ ബീഡ്സ് കൊണ്ട് ഇതുപോലെ വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇത് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ ഈ ഒരു കളറിൽ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഇത് തന്നെയായിരിക്കും ഗിഫ്റ്റ് തരുന്നത്. മീഡിയം, ലാർജ്, XL, 2XL വരെയാണ് സൈസസ് ഉള്ളത്. അപ്പോൾ ഈ സൈസിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് നിങ്ങളുടെ സൈസ് ഏതാണോ അതിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കളേഴ്സിൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം, വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഷെയർ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ ആദ്യം വിന്നറിനെ എടുക്കുന്നത്. ഷെയർ ചെയ്തവർ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മറക്കാതെ ഷെയർ ചെയ്തോളൂ. ഇത് ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഓരോരുത്തർക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. അടിപൊളിയാണ്. സ്ലീവിലും ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കണ്ടോ, സ്ലീവിൽ ഫുൾ ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. യോക്കിലും നല്ല റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനുമാണ്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി. നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ കൊണ്ടുവരുന്നതും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ റെഡ് കളറിൽ വീവിങ് വരുന്നതും അതുപോലെ തന്നെ റെഡ് കളറിൽ വർക്ക് വരുന്നതുമാണ്. നമുക്ക് ഈ ഫാബ്രിക്കിൻ്റെ ക്ലോസർ ലുക്ക് കാണാം. ഇത് ലൈനിങ് ഉള്ളത് കൊണ്ട് ഇതുപോലെ ആട്ടോ ഫാബ്രിക്കിൻ്റെ ക്ലോസർ ലുക്ക് വരിക. കണ്ടോ,
ഇതിൽ സെൻറ്ററിൽ ഇതാ ഇങ്ങനെ ഒരു വീവിങ് പോകുന്നുണ്ട്. അതിൽ ബ്ലാക്ക് കളറിൽ തന്നെ ചെറിയൊരു സീക്വൻസ് പോകുന്നുണ്ട്. അതിനുശേഷം ഇതാ റെഡ് കളറിലെ വീവിങ്ങിൽ ഇതാ ഇതുപോലെ വരുന്ന രീതിയിലാണ് ആ ഒരു സ്പെഷ്യൽ വീവിങ് ആണ്. അതുപോലെ യോക്ക് വന്നിരിക്കുന്നതും നല്ല രസമാണ്. യോക്കിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടാട്ടോ ഇതാ ഇതുപോലെയാണ്. ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ബ്ലാക്കും റെഡും കളറിലാണ് ഇതുപോലെ ബീഡ്സിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇതാ ഇതുപോലെ തിക്കായിട്ടൊരു വർക്ക് കൂടെ പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് തിക്ക് വർക്ക് പോകുന്നത്. സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സ്ലീവിൻ്റെ സെൻറ്ററിലും ജോർജറ്റിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ട് അതിലിങ്ങനെ ബീഡ്സിൻ്റെ വർക്ക് ബ്ലാക്കും റെഡും താഴെ വരെ ആ ഒരു എൽബോ സ്ലീവ് എന്ന് പറയാം, ആ ഒരു ലെങ്ത്തിലാണ് സ്ലീവ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടി താഴത്തേക്ക് ഇറങ്ങി വരും. നല്ല ഭംഗിയാണ്. സ്ലിറ്റഡ് ആണ്. അതും ലൈനിങ് ഞാനിങ്ങനെ കാണിക്കാൻ കാര്യം ഇതാ ഇതുപോലെ പെൻസിൽ ലൈനിങ് ആയിട്ടോ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഊർന്ന് കിടക്കുന്ന രീതിയിൽ വരില്ല. കംപ്ലീറ്റ് ലൈനിങ് വന്നിട്ടുണ്ട്. സ്ലീവിലും ഒക്കെ ലൈനിങ് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 899 ആണ്, 899. മീഡിയം, ലാർജ്, XL to XL വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ് ബ്ലാക്കും റെഡും. നമുക്ക് റെഡ് കളറിലെ ബോട്ടവും റെഡ് കളറിലെ ദുപ്പട്ടയും പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും. ബ്ലാക്ക് കളറിലെ ബോട്ടവും ബ്ലാക്ക് കളറിൽ തന്നെ ദുപ്പട്ടയും പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്ക് ഇനി ദുപ്പട്ട ഇല്ലാതെയാണെങ്കിൽ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രസമുള്ളൊരു പാറ്റേൺ. ഈ ഒരൊറ്റ കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടമാകുവാണെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ത്രൂ നമ്മളുടെ വാട്സപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. റെഡിമെയ്ഡ് ചുരിദാറൊക്കെ എടുക്കണമെങ്കിൽ എത്ര രൂപയാകും അല്ലേ? ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, അത് ലൈനിങ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പാണെങ്കിൽ പിന്നെ പറയേണ്ട. ഒന്നുകൂടെ നമുക്കറിയാമല്ലോ, നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് ലൈനിങ്ങോട് കൂടി ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ എത്ര രൂപയാകും ടോപ്പും ബോട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. പ്ലസ് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി ഉണ്ടെങ്കിൽ നല്ല റേറ്റ് ആകും. സ്റ്റിച്ചിങ് കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ കഴിയുമ്പോൾ. അപ്പം നമ്മളൊരു അടിപൊളി പാറ്റേൺ നല്ലൊരു പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1250 കേട്ടോ. നല്ല രസമാണ്. നല്ലൊരു മൗ കളറാണ് ഫസ്റ്റ് ഓൺ വന്നിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ്. ദ ഫാബ്രിക്കിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. നല്ലൊരു ടൈപ്പ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. യോക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ പർപ്പിളിൽ ഗ്രീൻ ആൻഡ് ഡാർക്ക് പർപ്പിൾ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷന് സ്ലിറ്റഡ് ആണ്. ഇങ്ങനെയാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ വരും. പ്രൈസ് 1250 മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിൽ സാൻറ്റോണിലാണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നൊരു ബോട്ടമാണ്. ദുപ്പട്ടയാണ് അടിപൊളി എന്ന് പറയേണ്ടത്. കാരണം വൺ സൈഡിൽ ആ നമ്മൾ ടോപ്പിൽ കണ്ട അതേ ഹെവി എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും കൂടെ ചേർന്നിട്ടാണ് ദുപ്പട്ടയുടെ വൺ സൈഡ് വന്നേക്കുന്നത്. നെക്സ്റ്റ് സൈഡിലും സ്കാലപ്പ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം കളറിൽ തന്നെ ആ സെൽഫായിട്ടുള്ളൊരു ത്രെഡും ഉണ്ട്. ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഒരു മോട്ടിഫ് പോലെ കൊടുത്തിട്ടുണ്ട്. സീക്വൻസ് വർക്കോടുകൂടി നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയും. 1250 മീഡിയം, ലാർജ്, XL to XL സൈസസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് കളർ മൗ ഷെയ്ഡാണ്. ബാക്കി 4 കളേഴ്സ് ആട്ടോ. ബാക്കി കളേഴ്സ് വരുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടോ. ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണാത്ത ടൈപ്പ് ഒരു ബ്ലൂ ആണ്. എനിക്ക് മനസ്സിലായി, എനിക്ക് നടന്നപ്പോൾ മനസ്സിലായി. ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറിലാണ്. ഇതിൽ ഫോർത്ത് ലാസ്റ്റ് കളർ നല്ല ഗ്രേ ആട്ടോ. ഗ്രേയിലേക്ക് നല്ലൊരു ബ്ലാക്കും ഗ്രീനും കൂടെയൊക്കെ ചേർന്നുള്ള ഈ എംബ്രോയ്ഡറി വർക്കൊക്കെ നല്ല രസമാണ് കാണാൻ. 1250 ആണ് പ്രൈസ് വരുന്നത്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും അവർക്ക് യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. കാരണം സാധാരണ നമ്മളൊരു കുർത്തി എടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റുന്നൊരു ബോട്ടം സെലക്ട് ചെയ്യാൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല റെയർ കളറൊക്കെ ആണെങ്കിൽ ഇത് സെയിം കളറിലെ ബോട്ടത്തോടു കൂടിയാണ് വരുന്നത്. പിന്നെ ചില ഓഫീസുകളൊക്കെ ദുപ്പട്ട വേണമെന്ന് നിർബന്ധം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദുപ്പട്ടയോട് കൂടിയേ വരുമ്പോൾ അപ്പോൾ ഈ ഒരു ഫുൾ 3 പീസ് സെറ്റാണ് നമുക്ക് റെഡി ടു വെയർ ആയിട്ട് ഈ ഒരു പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഗിഫ്റ്റ് തരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂവോ നമ്മുടെ വാട്സപ്പ് നമ്പർ ത്രൂവോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. www.colorsense.in എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ID. സൈറ്റിൻ്റെ ലിങ്കും വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളുടെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എളുപ്പം തന്നെ പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമ്മൾ വാട്സപ്പ് ഓർഡർ എടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പേഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എളുപ്പം തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം എല്ലാ ദിവസവും 11 o'clockനാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏറ്റവും ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്.
കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആണെങ്കിൽ പേജസ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അത് മാത്രമല്ല നമ്മൾ കുറേയധികം ഓഫേഴ്സും ഗിവ് അവേ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഒരു അടിപൊളി കളക്ഷനായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എവർഗ്രീൻ ട്രെൻഡിൽ പോകുന്ന പ്ലെയിൻ സാരീസ് നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൂപ്പർ പാറ്റേൺ ആണ്, പ്രീ ബുക്കിംഗ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും നമ്മൾ ഡെസ്പാച്ച് ചെയ്യുക. ഒരു അടിപൊളി പാറ്റേൺ, നല്ലൊരു കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ കാണാൻ, നമുക്ക് വേഗം കാണാം. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡായിട്ടോ. നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുക ഇതിന് ഹോട്ട് പിങ്ക് എന്നാണ്. നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ്, നല്ല ഭംഗിയാണ്. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേപ്പ് ജോർജറ്റിൽ ഇതുപോലെ ക്രഷ്ഡ് ആയിട്ടുള്ള ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഭയങ്കര ഫ്ലോയിൽ കിടക്കുകയും ചെയ്യും. നല്ലൊരു പാർട്ടി വെയർ ലുക്ക് ഉള്ളതാണ്. ഇതിൻ്റെ ക്ലോസർ ലുക്ക് കാണുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു ടെക്സ്ചർ വരുന്നത് ഇതുപോലെ കേട്ടോ. നല്ല രസമാണ് കാണാൻ. അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസാണ്. ഹാൻഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ സ്ലീവ്സിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ സ്ലീവ്സിൽ ഇതുപോലെ ലെയേഴ്സ് ആയിട്ടാണ്, ഒരു 6 ലെയേഴ്സ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എൽബോ സ്ലീവ് വയ്ക്കുന്നവർക്ക് കറക്റ്റ് അത്രയും ലെങ്ത്തിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് കിട്ടുകയും ചെയ്യും. ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ടോ കാണാൻ. നല്ല സ്റ്റേറ്റ്മെൻറ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പ്രൈസ് വരുന്നത് 1399 ആണ്, 1399 ആണ്. ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്കിതിപ്പോൾ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മളുടെ വെബ്സൈറ്റ് ത്രൂവോ നമ്മളുടെ വീഡിയോയുടെ ഒപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂവോ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാം. അടിപൊളി കളക്ഷനാണ് കേട്ടോ, നല്ലതാണ്, മിസ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ പ്ലെയിൻ സാരീസ് എന്നും ട്രെൻഡാണ്. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ട്രെൻഡ് പോകില്ല. പണ്ട് മുതലേ പ്ലെയിൻ സാരികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പം നല്ല കളർ ചാർട്ടിൽ അടിപൊളി പാറ്റേൺസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി നല്ല രസമുള്ള കളറാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഹോട്ട് പിങ്ക് ആട്ടോ. ഇതിൽ വന്നിരിക്കുന്ന സെക്കൻഡ് കളർ നല്ലൊരു പീച്ച് ഷെയ്ഡായിട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാട്ടോ. നല്ല സോഫ്റ്റാണ്, ഭയങ്കര കൂൾ ആൻഡ് കംഫർട്ടബിളാണ്, നല്ല ഭംഗിയുള്ളതും ഭയങ്കര എന്താ പറയുക, ആ ഒരു കേർവി ആയിട്ട് തന്നെ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക്കുമാണ്. പ്രൈസ് വളരെ കുറവാണ്, 1399 മാത്രമേ ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങുമാണ്. ഇതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഒലിവ് ഗ്രീൻ കളറായിട്ടോ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നേരത്തെ ബ്ലൗസിൽ തന്നെയാണ് പെയർ ചെയ്ത് നിങ്ങളെ കാണിച്ചേക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ സിംഗിൾ ലെയർ ഇടാൻ കാര്യം ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ല. അപ്പോൾ നമുക്ക് സിംഗിൾ ലെയർ ഇട്ടും നല്ല കോൺഫിഡൻസിൽ തന്നെ എല്ലായിടത്തും പോകാൻ പറ്റുന്ന സാരിയാണ്. ഇപ്പോൾ നമുക്ക് കുറേ പേർക്ക് ഇങ്ങനെ സിംഗിൾ ലെയർ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. സിംഗിൾ ലെയർ ഇട്ടും ഡ്രേപ്പ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്രീ ബുക്കിംഗ് എടുത്ത ഫോക്സ് ജോർജറ്റിന് ഹാൻഡ് വർക്ക് ചെയ്ത് വന്ന സാരി ഉണ്ടായിരുന്നല്ലോ, സ്ലീവിൽ ഹാൻഡ് വർക്ക് ചെയ്തത്. നല്ല റിവ്യൂ ആണ് വരുന്നത്. ഒരുപാട് പേരാണ് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയവർക്ക് എല്ലാവർക്കും തന്നെ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റാണ്, ഇതും മിസ് ചെയ്യരുത്. അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല രസമാട്ടോ. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഗോൾഡൻ കളറില്ലേ, മസ്റ്റേർഡ് യെല്ലോ പോലത്തെ നല്ലൊരു ഷെയ്ഡാണ്. മസ്റ്റേർഡ് യെല്ലോ എന്നാട്ടോ നമ്മൾ ഈ കളറിന് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പേര്. നല്ല ഭംഗിയുള്ളതാണ്. ഇത് ഈ കളറിൽ ബ്ലൗസ് പീസോടുകൂടി ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ സൂപ്പർ ആയിരിക്കും ഇത് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. പ്രൈസ് വൈസ് ശരിക്കും വർത്താണ്. നല്ല ക്ലാസി ആയിട്ടുള്ളൊരു കളറാണിത്. നെക്സ്റ്റ് കളർ നല്ലൊരു ടീ ഗ്രീൻ ഷെയ്ഡാട്ടോ. അത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഹാൻഡിൽ ഇതുപോലെ, സ്ലീവിൽ ഇതുപോലെ വർക്ക് വന്നിരിക്കുന്നതാണ്. നല്ല രസമാണ് കാണാൻ. ഇതിൽ വന്നിരിക്കുന്ന ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡാണ്. പ്രൈസ് വരുന്നത് 1399, 1399 മാത്രമാണ്. അതും ഫ്രീ ഷിപ്പിങ്ങിൽ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂവോ നമ്മുടെ വാട്സാപ്പ് നമ്പർ ത്രൂവോ നമ്മുടെ ഷോപ്പിലോ ബുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ നമ്മളിതിൻ്റെ ഓർഡർ എടുക്കും. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓർഡർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡെസ്പാച്ച് വരിക. ഈ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പം ഹോളിഡേയ്സ് ഒന്നും കൂട്ടരുത് കേട്ടോ. പിന്നെ നമ്മൾ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം ഡെസ്പാച്ചിങ് അങ്ങനെ കരുതരുത്. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ബുക്ക് ചെയ്ത പല പ്രൊഡക്റ്റുകളും 20 ഡേയ്സിനുള്ളിലൊക്കെ തന്നെ കിട്ടാറുണ്ട്. ചിലപ്പോൾ 40-45 ഡേയ്സ് വരെ എടുക്കാറുണ്ട്. അത് നമ്മൾ ഓർഡർ എടുത്തിട്ട് വർക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ആ ഒരു ഡിലേ വരുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മിസ് ചെയ്യരുത്. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് മാത്രമല്ല, നമുക്കൊരു ചെറിയ ഗെറ്റ് ടുഗദറിന് പോകണമെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഗ്യാതറിംഗ് ഒക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ടൊക്കെ പോകാനായിട്ട് എപ്പോഴും സാരി നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ച് ടോളായിട്ട് തോന്നാനും കുറച്ച് ഷേപ്പ് തോന്നാനും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.